ഹലോ മക്കളെ, നീറ്റ് എക്സാമിന്റെ ഡ്രസ് കോഡിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ +2 ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് മക്കൾ സാറിന് പേഴ്സണലി മെസ്സേജ് ചോദിച്ച കാര്യമാണ് കീം എക്സാമിന്റെ കേസിലേക്ക് വരുമ്പോൾ അതുപോലെ ഡ്രസ് കോഡിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മക്കളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് പറയാൻ സാറ് വീണ്ടും വന്നിട്ടുള്ളത്. ഒരു കാര്യം ഷുവറാണ്, നീറ്റ് എക്സാമിന്റെ കേസിലേക്ക് വരുമ്പോൾ ഡ്രസ് കോഡിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കീം എക്സാമിന് അങ്ങനെ പ്രോപ്പർ ആയിട്ടൊരു ഡ്രസ് കോഡും കാര്യങ്ങളൊന്നുമില്ല. മാന്യമായ ഏത് വസ്ത്രവും ധരിച്ച് നിങ്ങൾക്ക് ധൈര്യമായി എക്സാം ഹോളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമന്റ് ആണ് സാറിനെ ചിരിപ്പിച്ചത്, ചിന്തിപ്പിച്ചത്. മുണ്ടും ഷർട്ടും എടുത്തിട്ട് എക്സാം ഹോളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ സാറേ എന്നായിരുന്നു കമന്റ്. അവരോടേക്ക് പറയാനുള്ളത്, നമ്മൾ ആരുടെയും കല്യാണത്തിനോ തൃശ്ശൂർ പൂരം കാണാനോ അല്ല നമ്മുടെ എക്സാം ഹോളിലേക്ക് പോകുന്നത്. നമ്മൾ ഇത്രയും നാളത്തെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് അതിന് റിസൾട്ട് കണ്ടെത്താനായിട്ടാണ് നമ്മൾ എക്സാം ഹോളിലേക്ക് പോകുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുക, മുണ്ടും ഷർട്ടും എടുക്കണോ അതോ നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ഡ്രസ്സ് എടുത്തിട്ട് എക്സാം ഹോളിലേക്ക് പോകണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചുകൊണ്ട് എക്സാം ഹോളിലേക്ക് കടന്നു ചെല്ലാം. ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ സാർ കുറച്ച് ഇമേജസ് ഇവിടെ വയ്ക്കാം. ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ കുറച്ച് ഇതുപോലെ ടോപ്സും കുർത്താസും ഒക്കെ ധരിച്ചുകൊണ്ട് പോകാം. ബോയ്സിൻ്റെ കേസിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ടീഷർട്ടും ഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് എക്സാം ഹോളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഡ്രസ് കോഡ് കൂടുതൽ കളർഫുൾ ആക്കാതെ എക്സാം കളർഫുൾ ആക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പോൾ കാൽക്കുലേറ്റർ, ലോഗരിതമിക് ടേബിൾ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇനിയും ഇതുപോലെ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് സാറിന് മെസ്സേജ് അയച്ചോ. സാറിന് ഇൻസ്റ്റാഗ്രാം ID ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇനിയും പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാമിനർ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഒരു പ്രശ്നം വരുമ്പോഴും അതിന് സൊല്യൂഷനായിട്ട് എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ വൈസ് ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, PDF വർക്ക്ഷീറ്റ്, നോട്ട്സ്, മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, അതിനാണ് ഈ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഉഷാറായിട്ട് നന്നായി പഠിച്ചുകൊണ്ട് നമുക്ക് കീം എക്സാം ക്രാക്ക് ചെയ്യാം. കീം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം.